ഹലോ. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. പിന്നെ അതുമാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറി ഇന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പത്തിരിയും ചിക്കൻ കറിയും റെഡിയാക്കാം എന്നാണ്. അപ്പോൾ പത്തിരി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നൈസ് പത്തിരി അല്ല, കുറച്ച് തിക്കായിട്ടുള്ള, നമ്മൾ കൈ ഒറോട്ടി അല്ലെങ്കിൽ കൈറൊട്ടി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ വളരെ തിക്കായിട്ടുള്ള, ഞങ്ങളുടെ ഏരിയയിലൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പത്തിരിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചു. ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും ആവശ്യത്തിന് ഉപ്പും ഇട്ടു. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പൊടിയിട്ട് കൊടുത്തു. പൊടി ഒന്ന് വെന്തതിന് ശേഷം കുറച്ച് ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ആ ഒരു വെള്ളം പൊടി ഇടുന്നതിൻ്റെ കൂടെ തന്നെ തേങ്ങ ഇടാറുണ്ട്, ചിലർ കുഴയ്ക്കുന്നതിൻ്റെ ഒപ്പം തേങ്ങ ഇടാറുണ്ട്. ഈ ഒരു പത്തിരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തേങ്ങ ഇടും. സാധാരണ നൈസ് പത്തിരിക്ക് തേങ്ങ ഇടാറില്ല. ഇതെന്ന് പറയുന്നത് തേങ്ങയും ഇടും, അതുപോലെ തന്നെ കുറച്ച് തിക്കായിട്ട്, കുറച്ച് കട്ടിക്ക്, നമ്മുടെ നൈസ് പത്തിരി ഒരു 4 ചേരുന്ന മുഴുപ്പിന് കുറച്ച് തിക്കായിട്ടാണ് ഇത്. കൈകൊണ്ട് വേണമെങ്കിലും നമുക്ക് പ്രസ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ പ്രസ് യൂസ് ചെയ്തിട്ടാണ് റെഡിയാക്കുന്നത്. ഇതാണ് നമ്മുടെ കൈ റൊട്ടി അല്ലെങ്കിൽ കയ്യോറോട്ടി എന്നൊക്കെ പറയുന്ന തിക്കായിട്ടുള്ള പത്തിരി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി ഈ വക ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നു. എപ്പോഴും അപ്പം, അതുപോലെ തന്നെ പുട്ട്, ഇടിയപ്പം, അങ്ങനെ റോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കാൻ തോന്നിയപ്പോൾ കുറച്ച് കൈറൊട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഒരെണ്ണം തന്നെ ഒന്ന് കുക്കായി വരാനായിട്ട് നല്ല ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ 2 പാനിൽ വെച്ചിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ടൈം പിടിക്കും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ കടിക്കുന്നതും ഭയങ്കര ഒരു ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. മുട്ടക്കറിയുടെ കൂടെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി, ഫിഷ് കറി, എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ കൈറൊട്ടിയുടെ കാര്യം, ഞാൻ കൈറൊട്ടി ഏകദേശം ഇനിയിപ്പോൾ ചുട്ട് എടുത്താൽ മതി. കാരണം ആദ്യത്തെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ചിക്കൻ കറി വെക്കുന്നതിനിടയിലും നമ്മൾ ഒരു കൈറൊട്ടി ആകാനായിട്ട് ഏകദേശം ഒരു 7-8 മിനിറ്റെങ്കിലും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പയ്യെ അവിടെ ഇരുന്നാവട്ടെ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് വലിയ ഡീറ്റെയിൽഡായിട്ട് ഷെയർ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്ഥിരം ചിക്കൻ കറി തന്നെയാണ്. പിന്നെ ഞാൻ എപ്പോഴത്തേയും പോലെ തന്നെ ഞാൻ പാൻ പോട്ട് വെച്ചു, അതിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു, അതിന് ശേഷം ഉലുവ പൊട്ടിച്ച്, പിന്നെ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടെയുള്ള പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം ബാക്കിയുള്ള സെയിം സവോള ഇടുന്നു, ഉപ്പിടുന്നു, കുറച്ച് നേരം വഴട്ടുന്നു. അതിന് ശേഷം കറിവേപ്പില, തക്കാളി, വക ഐറ്റംസൊക്കെ ഇട്ടതിന് ശേഷം പൊടികൾ സ്പൈസസ് ആയിട്ട് ഉള്ള സംഭവങ്ങളിടുന്നു. പിന്നെ ചിക്കൻ ഇടുന്നു, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുന്നു. അപ്പോൾ ചിക്കൻ കറിയുടെ ഐറ്റംസും ഞാൻ കംപ്ലീറ്റ് സൈഡിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് ചെയ്യണം. അപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് നാൾ മുന്നേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, റെഡിമെയ്ഡ് ബോട്ടിൽഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂട്ടി ഒരു മടുപ്പായപ്പോഴത്തേനും ഇപ്പോൾ ഡയറക്റ്റ് ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടി പേസ്റ്റാക്കി അതാണ് ചേർക്കുന്നത്. ഇതൊരു നാടൻ ടേസ്റ്റാണ്. മറ്റേതെന്ന് പറയുമ്പോൾ ഒരു മോഡേൺ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എന്നും നമ്മുടെ സെയിം ചിക്കൻ കറി നമ്മുടെ ഇറച്ചിക്കറി, നമ്മുടെ കറികൾക്ക് എന്തെങ്കിലും ടേസ്റ്റ് മാറ്റം, ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും മാറ്റം വേണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ എൻ്റെ റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങ് എടുത്തിടും. അപ്പോഴത്തേനും ചിക്കൻ കറികൾക്കൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സവോള, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. അത് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അടച്ചു വെച്ചായിരുന്നു. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പൊടികൾ ചേർക്കും. പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറും
മഞ്ഞപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാല പൊടിയും മല്ലിപ്പൊടിയും. അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കും. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഞാൻ അങ്ങനെ അടച്ചു വെക്കും. അതിന് ശേഷമാണ് നല്ലതായിട്ട് കുറച്ച് ചൂടുവെള്ളം, ഒരു 2-3 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അതാ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ചെറിയ പീസായിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കനും കൂടെ ഇട്ടതിന് ശേഷം എല്ലായിടത്തും നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ചു. പിന്നെയും ഒരു 10 മിനിറ്റ്സോളം അടച്ചു വെച്ചു. അതിനുശേഷം എന്താ ഓപ്പൺ ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചു. അപ്പോൾ ചിക്കൻ കറിയുടെ കാര്യം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ കട്ടിപ്പത്തിരി, അതായത് കൈ റോട്ടി അല്ലെങ്കിൽ കൈപ്പത്തിരി, അതും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ നൈസ് പത്തിരിയും ഈ പത്തിരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മുടെ മലബാർ, കോഴിക്കോട് ആ ഒരു ഏരിയയിലൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. എല്ലായിടത്തും ഇത് കോമൺ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ നൈസ് പത്തിരിയാണ് കുറച്ചും കൂടി എല്ലാവരുടെയും ഇടയിൽ ഫെമിലിയർ ആയിട്ടുള്ളൊരു സംഭവം. അതുകൊണ്ടാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു പറയുന്നത്. ഇതിലെന്താണ് കുറച്ച് തിക്കായിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തേങ്ങായും, അത്യാവശ്യം നന്നായിട്ട് തേങ്ങായും ചേർക്കും. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം റെഡിയാകുന്നു. പത്തിരി ചുട്ട് കാസ്ട്രോളിലേക്ക് മാറ്റുന്നു. അപ്പോൾ 2 പാനിൽ വെക്കുന്നത് കൊണ്ട് തന്നെ പത്തിരിയും കുഴപ്പമില്ലാതെ അത്യാവശ്യം പെട്ടെന്ന് റെഡിയാവുന്നുണ്ട്. പിന്നെ ഇതാ നമുക്ക് ചായക്കുള്ള പാൽ വെക്കുകയാണ്. അപ്പോൾ ഇതാ പാൽ വെച്ചു, 2 ഗ്ലാസ് പാൽ വെച്ചു. അതിലേക്ക് ഏലക്കായും അതുപോലെ തന്നെ തേയിലപ്പൊടിയൊക്കെ ഇട്ട് ചായയും സെറ്റാവട്ടെ. അപ്പോൾ ഇതാ ഇന്ന് കുറച്ച് കൂടുതൽ കുക്കിങ്ങുള്ള, ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ് കുറച്ച് കാര്യമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാം തിരക്ക് പിടിച്ച് റെഡിയാക്കുകയാണ്. ഇന്ന് കാക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ്, പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ നേരത്തെ റെഡി ആവണമല്ലോ, കാരണം കുറച്ചും കൂടെ കുക്കിംഗ് ഉള്ള ദിവസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ചിക്കൻ കറിയും കൈ ഒറോട്ടിയും അതുപോലെ തന്നെ ചായയും, നല്ല അടിപൊളി ചായയും എല്ലാം സെറ്റായി. അപ്പോൾ എല്ലാം കണ്ടല്ലോ, എല്ലാം കിച്ചണിൽ നിന്ന് നേരെ ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ്, അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിളമ്പുകയാണ്. 1 കപ്പ് ചൂട് ചായ. ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം ചായയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടും. ഇപ്പോൾ എന്താ പറയുക, നല്ല സ്പൈസി ആയിട്ട് നല്ല പത്തിരിയും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ചായയും കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വലിയ കപ്പിൽ ചായ എടുത്തു. പിന്നെ കൈ ഒറോട്ടി, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ തേങ്ങ കുറച്ച് കൂടുതൽ ഞാനിടും. അപ്പോൾ ആ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ആ അരിപ്പൊടിയുടെയും അതുപോലെ തന്നെ കൊക്കനട്ട് ഓയിലിൻ്റെയും അതുപോലെ തന്നെ ആ തേങ്ങയുടെയൊക്കെ ആ ഒരു സ്മെല്ല്, ആ ഒരു ഫ്ലേവർ, പിന്നെ അത്യാവശ്യം മൊരിഞ്ഞിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്, ആ മൊരിഞ്ഞിക്കിരി നല്ലൊരു രസമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് 2 കൈ ഒറോട്ടി, അതിൻ്റെ മുകളിലേക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ കറി ഒഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആസ്വദിച്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ചൂട് ചായയും നല്ല സ്പൈസി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ മുളക് പൊടി ചേർക്കും. നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ ഉള്ള കറികൾക്കൊക്കെ സവോള ചേർക്കും, തക്കാളി ചേർക്കും. അപ്പോൾ സവോളയുടെയും തക്കാളിയുടെയൊക്കെ ഒരു മൈൽഡ് സ്വീറ്റ്നെസ് എവിടെയോ ഉണ്ട് താനും. എന്നാൽ പച്ചമുളക് ഒരു 8-10 പച്ചമുളക് ക്രഷ് ചെയ്ത് ചേർത്തായിരുന്നു. അപ്പോൾ പച്ചമുളകും ഒരു 2-3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. അപ്പം നമുക്ക് സവോളയുടെയൊക്കെ ഒരു മധുരിപ്പുണ്ട്, പക്ഷെ നല്ല എരിവോട് കൂടിയിട്ടുള്ള ഒരു മധുരിപ്പ്. അങ്ങനെ വരുമ്പോഴത്തേനത് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം. അപ്പോഴാണ് കറിയുടെ സൂപ്പർ ടേസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ എരിവ് മാത്രം മുന്നിൽ നിന്നാലോ അതുപോലെ തന്നെ മധുരം മാത്രം മുന്നിൽ നിന്നാലോ നമുക്ക് അത്ര ഇഷ്ടമല്ല. നമുക്കെല്ലാം ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിൽ. അപ്പോൾ നല്ല ചൂട് പത്തിരിയും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും പിന്നെ നല്ല ചൂട് ചായയും ഊതി കുടിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 2-3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടാണ് ഈ ഒരു കൈ ഒറോട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പം ഞാൻ ഒരു കുറച്ച് കൂടുതൽ വന്ന പോർഷൻ പ്രസ് ചെയ്യാതെ ഫ്രിഡ്ജിലേക്ക് മാറ്റി ആ ഒരു മാവ്. നെക്സ്റ്റ് ഡേയിലും അപ്പോൾ നമുക്ക് സെയിം ഈ ചിക്കൻ കറിയും സെയിം ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരിക്കും. അത് ഞാൻ ഫ്രഷായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ അതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 മുസമ്പി എടുത്തു. 2 മുസമ്പി എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് കഴിച്ചു. പിന്നീട് നമ്മൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും 2 ബേബി കുക്കുംബർ വളരെ ടേസ്റ്റാണ്. ഈ പിഞ്ച് കുക്കുംബർ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കടയിലൊക്കെ പോകുമ്പോഴത്തേനും അങ്ങനെ സെലക്ട് ചെയ്ത് ഉള്ളിൽ കുറച്ച് മൂത്തത് ടൈപ്പിനേക്കാളും ടേസ്റ്റ് എന്ന് പറയുന്നത് പിഞ്ച് കുക്കുംബർ. അപ്പോൾ 2 കുക്കുംബറും വളരെ ഇപ്രാവശ്യത്തെ ആപ്പിൾ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള ആപ്പിളായിരുന്നു. നല്ല മധുരമുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ആപ്പിളായിരുന്നു. അപ്പോൾ ഇതാ ഒരു ബൗളിൽ കുക്കുംബറും ആപ്പിളും കൂടി കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ടേബിളിലേക്ക് അങ്ങ് വെച്ചേക്കും. ഒറ്റ ഇരിപ്പിനങ്ങ് കഴിക്കുകയല്ല, ടേബിളിലേക്ക് വെച്ചേക്കും. ഇളയ മോളും മൂത്ത മോളും ഞാനും, അതായത് മക്കളും ഞാനും, ഇക്ക ഉള്ള ദിവസങ്ങളിൽ ഇക്കയും നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ടേബിളിൽ അങ്ങ് വെച്ചേക്കും. കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ഓരോന്നോരോന്നെടുത്ത് കഴിക്കും. എനിക്കും ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ലഞ്ച് കുറച്ച് ഗ്യാപ്പിട്ട് കുറച്ച് ലേറ്റായിട്ട് മതി. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാനിന്ന് എടുക്കുന്നത് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുക്കുംബർ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് എൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തു. അതിനുശേഷം 2 ചപ്പാത്തിയും പിന്നെ രാവിലത്തെ ചിക്കൻ കറിയും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2-3 ദിവസമായി ഞാൻ ചോറും കറിയും കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേയിലൊക്കെ ഇനി ചോറും കറിയൊക്കെ റെഡിയാക്കാൻ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചോറ് 2-3 ദിവസം ചോറും കറിയും കഴിക്കാതെ വരുമ്പോൾ 4-ാമത്തെ ദിവസം ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ചോറ് എന്നും ഉച്ചയ്ക്ക് താല്പര്യമില്ലാതെ കഴിക്കാറില്ല. തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമേ ചോറെടുക്കാറുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീക്ക് ഡേയ്സിൽ ഇക്ക ലഞ്ചിനൊരിക്കലും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചോറ് നിർബന്ധമില്ല. അപ്പോൾ കുട്ടികൾക്കാവുമ്പോൾ കുക്കറിൽ കഞ്ഞി ഇട്ടിട്ട് അതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള ലഞ്ച് കഴിക്കാം. അതായത് ചപ്പാത്തിയോ എന്തായിട്ടാണേലും എനിക്ക് ഇഷ്ടമുള്ളത് എന്തോ അതാണ്, എനിക്ക് തോന്നുന്നതെന്തോ അതാണ് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ കുറച്ച് കുക്കുംബറും കൂടി കഴിക്കുന്നുണ്ട്. ചപ്പാത്തിയും ചിക്കൻ കറിയും സൂപ്പർ കോമ്പിനേഷനാണ്. രാവിലത്തെ പത്തിരിയും ചിക്കൻ കറിയും അടിപൊളി കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കറി കുറച്ച് കൂടുതൽ വെച്ചത് നെക്സ്റ്റ് ഡേയിലത്തേനും കൂടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് പോർഷൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം വൈകുന്നേരമായി. നല്ല തണുപ്പാണ്. ഇപ്പോൾ ദുബായിലും കംപ്ലീറ്റ് നല്ല തണുപ്പാണ്. അപ്പോൾ പുറത്തും തണുപ്പാണ്, വീടിൻ്റെ അകത്തും അത്യാവശ്യം നല്ല തണുപ്പാണ്. നമ്മൾ AC ഒന്നും ഇട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പാണ് വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ നല്ല തണുപ്പൊക്കെ കാരണം നല്ലൊരു ചൂട് കട്ടൻ ചായ, ചൂട് കടുംചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ആ കടുംചായ വെക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ വിളിച്ചിട്ട് പരിപ്പ് വട കുറച്ച് സ്നാക്സ് ഓർഡർ ചെയ്തു. നല്ല സൂപ്പർ അടിപൊളി പരിപ്പ് വടയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പരിപ്പ് വട. ആ പരിപ്പ് വടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ ഗാർലിക്കും കറി ലീഫും വറ്റൽമുളകൊക്കെ അവരൊന്ന് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലുതായിട്ട് ഓരോന്നോരോന്ന് കിടക്കത്തില്ല. നമുക്ക് കടിക്കുമ്പോഴത്തേനും അത് വായിലോട്ടങ്ങ് അലിഞ്ഞു പോയിക്കോളും. അപ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ കടുംചായയും എടുത്തിട്ടുണ്ട്, 2 പരിപ്പ് വട. അപ്പോൾ ഞാനും സാറായും സാറയ്ക്ക് അധികം വേണ്ടായിരുന്നു, കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല പച്ചമുളകും വെളുത്തുള്ളി അരച്ചതും വറ്റൽമുളകും ഒക്കെ ഉള്ളതുകൊണ്ട് സാറയ്ക്ക് അധികം വേണ്ട. എങ്കിലും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി പരിപ്പ് വട. ചിലയിടത്ത് എനിക്ക് നല്ല പരിപ്പ് വട എന്നൊക്കെ പറയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് ഇഷ്ടം. ചിലയിടത്ത് നിന്നൊക്കെ പരിപ്പ് വട വാങ്ങിക്കുമ്പം ക്രിസ്പിനേക്കാളും കൂടുതൽ ഉള്ളിൽ ഈ പരിപ്പും മാവായിരിക്കും കൂടുതൽ. അപ്പോൾ അതിനേക്കാളും ആ പരിപ്പ് അരഞ്ഞു പോകുന്ന ആ ഒരു മാവായിരിക്കും കൂടുതൽ. ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ കൽത്തപ്പം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഏരിയയിലേക്ക് ഇതത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പലഹാരമല്ല. പക്ഷേ കോഴിക്കോട്, കണ്ണൂർ, എനിക്കറിയില്ല കറക്റ്റ് ഇത് എവിടെയാണ്, ഇത് ആർക്കാണിത്, എങ്കിലും എനിക്ക് തോന്നുന്നത് കോഴിക്കോട്, മലപ്പുറം ആ ഒരു ഏരിയയിലാണെന്ന് തോന്നുന്നു. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. ഇവിടെ ദുബായിൽ വന്നപ്പോൾ ഒരു ഫ്രണ്ട് ഇങ്ങനെ കൽത്തപ്പം ഉണ്ടാക്കി തന്നു.
അന്ന് മുതൽ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഫേവറേറ്റായി. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പച്ചരിയൊക്കെ കുതിർത്തി ഒന്ന് അരച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ശർക്കരയും ഉള്ളി താളിച്ചതൊക്കെ ചേർത്ത് എളുപ്പമാണ്. പക്ഷേ ഞാൻ മെനക്കെട്ടിട്ടില്ല. അപ്പോൾ കൽത്തപ്പവും ഒരു പീസ് വാങ്ങിച്ച് അതും വൈകുന്നേരം ചായ സമയത്ത് കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേനും നല്ല തട്ട് ദോശയും ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും കഴിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നി. ഡിന്നറിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്നത് നല്ല അടിപൊളി തട്ടിൽ കുട്ടദോശയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സവോളയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ വെളിച്ചെണ്ണയിൽ പൊരിച്ചു കോരി പിന്നീട് അരച്ചെടുത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് അതിനുശേഷം കടുക്, കൊച്ചുള്ളി, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ഇട്ട് താളിച്ചൂറ്റിയ നല്ല അടിപൊളി ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. അപ്പം ഭയങ്കര ഒരു ആഗ്രഹം തോന്നി രാത്രി നല്ല തട്ട് ദോശയും ചമ്മന്തിയും കഴിക്കാൻ. അപ്പം ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അപ്പം കയറും കുക്ക് ചെയ്യും, ഉണ്ടാക്കും. പിന്നെ കഴിഞ്ഞ ദിവസമായിട്ട് ദോശ കഴിക്കാനായിട്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് ഉഴുന്നും പച്ചരിയും വെള്ളത്തിലിട്ടായിരുന്നു. രാവിലെ അരച്ചു വെച്ചു, വൈകുന്നേരം ആയപ്പോൾ സെറ്റായി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ആഗ്രഹിച്ച് കഴിക്കണം എന്ന് തോന്നുന്ന ആഹാരം നമ്മുടെ കൺമുമ്പിൽ കിട്ടുമ്പോഴത്തേനും അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് തട്ട് ദോശയും അതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ട് ചമ്മന്തിയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ദോശയും നല്ല ചൂട് ചമ്മന്തി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് സൂപ്പർ കോമ്പിനേഷനാണ്, പക്ഷേ എനിക്ക് തോന്നിയില്ല. അപ്പം ഇതാണ് ഇപ്പോൾ കഴിക്കാൻ തോന്നിയത്. അപ്പോൾ ഇന്ന് ഓംലെറ്റ് അടിപൊളിയാണ്, ഇതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഓംലെറ്റ് ഒരു അധികപ്പറ്റായിട്ട് തോന്നി. അതുകൊണ്ട് ഇന്ന് വേണ്ട. ഉള്ളിയും കടുകും കറിവേപ്പിലയും ഒക്കെ പൊട്ടിച്ച് ഭയങ്കര ടേസ്റ്റായിട്ട് ഭയങ്കര സ്വാദായിരുന്നു. ഇച്ചിരി കുറച്ച് എരിവ് മുന്നിലോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു, കാരണം വറ്റൽമുളക് കുറച്ച് കൂടുതൽ അരച്ചിട്ടുണ്ടായിരുന്നു. കാശ്മീരി പൗഡർ ഞാൻ രണ്ടാമതിടുന്നത് കുറച്ചൊന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പർ ഡിന്നറായിരുന്നു. അപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് ദോശ കഴിക്കുന്നത് കൊണ്ട് ദോശയ്ക്കൊരു പ്രത്യേക സ്വാദായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. എൻ്റെ വളരെ ഹോംലി മീൽസ്, എൻ്റെ ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടുള്ള എൻ്റെ ഹോംലി ഫുഡ്, എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്കും ഡിന്നറും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വളരെ ആസ്വദിച്ച് ഭക്ഷണം കുക്ക് ചെയ്യുന്ന, വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ച് വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നതും നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ കമൻ്റ് ഇട്ടും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ ബായ്.